സത്യം ചെയ്യുന്ന ശക്തിക്ക് ആദരവ് നൽകലാകുന്നു അത്. ആ ശക്തിക്ക് അമിതമായ ഒരാദരവ് നൽകലാകുന്നു അത്. വലഅലമതു ഫിൽ ഹഖീഖ ഇന്നമാ ഹിയ ലില്ലാഹി വഹദ. അല്ലാഹുവിനോട് മാത്രമേ അങ്ങനെ ഒരു ആദരവ്, സത്യം ചെയ്തുകൊണ്ടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ പാടുള്ളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നതായി കാണാൻ കഴിയുന്നത്. നോക്കൂ, വീണ്ടും അല്ലാഹുവിന്റെ റസൂലിന്റെ ചരിത്രത്തിലേക്ക് നമ്മൾ പോവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കല്യാണ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നു. അവിടെ പെൺകുട്ടികൾ ബദർ യുദ്ധത്തിൽ രക്തസാക്ഷികളായവരെ കുറിച്ച് പാട്ടുപാടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ കടന്നു ചെല്ലുന്നത്. ഈ കൂട്ടത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി അവിടെ വെച്ച് പാടുകയാണ്, വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദി. ഇതാ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു നബിയുണ്ട്. ആ നബി മറഞ്ഞ കാര്യങ്ങൾ, നാളെ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്ന നബിയാണ് എന്നാണ് ഈ പെൺകുട്ടി പാടുന്നത്. നോക്കുക പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കറാമത്ത് കഥകൾ ഓരോന്നെടുത്ത് പരിശോധിച്ച് നോക്കുക. ഓരോ ജാറങ്ങളുമായി ബന്ധപ്പെട്ട് ഈ കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് നമ്മൾ നിൽക്കുമ്പോൾ ഇതിനോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ജാറങ്ങൾ ഉണ്ടല്ലോ. പോയി നോക്കുക. ഫ്രാൻസിസ് റോഡിലുള്ള ഈ ഇടിയങ്ങര ശൈഖിന്റെ പള്ളിയിലേക്ക് പോവുക, അതല്ലെങ്കിൽ കടപ്പുറത്തുള്ള മറ്റേതെങ്കിലും ജാറത്തിലേക്ക് പോവുക, അതല്ലെങ്കിൽ ഈ ഹൈവേകളിലൂടെ സഞ്ചരിച്ചാൽ നമ്മൾ കാണുന്ന ജാറങ്ങളിലേക്ക് പോവുക. ഈ ജാറങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന മനുഷ്യർ, ഈ ജാറങ്ങളിലേക്ക് തങ്ങളുടെ വേദനകൾ ഇറക്കി വെക്കാൻ വേണ്ടി കടന്നു വരുന്ന മനുഷ്യർ, അവർ മറ്റേതെങ്കിലും സമുദായത്തിന്റെ പ്രതിനിധികളല്ല, മറിച്ച് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമാണ് റബ്ബേ ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് റബ്ബേ ഞങ്ങൾ സഹായം തേടുന്നത് എന്ന് ജീവിതത്തിൽ ഒരു ദിവസം പലതവണ പ്രഖ്യാപിച്ചവരാണവർ. നമസ്കാരം കഴിഞ്ഞ് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത, റബ്ബേ നീ നൽകിയത്, നീ തടഞ്ഞത് നൽകാൻ ഒരാളുമില്ല, നീ നൽകിയത് തടയാനും ഒരാളില്ല എന്ന് ആവർത്തിച്ചുരുവിട്ടവരാണ് ഈ ജാറങ്ങളിലേക്ക് കടന്നു വരുന്നവർ. ചോദിച്ചു നോക്കുക, എന്തേ ഈ ജാറത്തിലേക്ക് കടന്നു വരാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത്? അവർ വിശ്വസിക്കുന്നത് നാളെ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ ഈ ശൈഖിന് കഴിയുമെന്നാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ അഭിമുഖീകരിക്കുന്ന, ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകൾ അറിയാൻ, പ്രതിസന്ധികൾ അറിയാൻ, നാളെ എനിക്ക് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചറിയാൻ ഈ ജാറത്തിൽ കിടക്കുന്ന മനുഷ്യന് കഴിയും എന്ന് വിശ്വസിക്കുന്നവരാണവർ. അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ എവിടെ? ജീവനോടെയുണ്ട്, വഫാത്തായി പോയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇതാ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഈ പെൺകുട്ടികൾ പറയുന്നു, വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദി, നാളെ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്ന നബി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ദഈ ഹാദിഹി, നിർത്തുക, വഖൂലി മാ കുന്തി തഖൂലീൻ, ഇതുവരെ പറഞ്ഞത് എന്താണോ അത് പറയുക. എന്തേ ഇത് പറയാൻ കാരണം? ശാഫിഈ മദ്ഹബിലെ മുഴുവൻ ആളുകളും അംഗീകരിക്കുന്ന അംഗീകൃത ഹദീസ് പണ്ഡിതനായ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് സ്വഹീഹുൽ ബുഖാരിക്ക് നൽകിയ വ്യാഖ്യാനം, ആ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നു, വഇന്നമാ അൻകറ അലൈഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വെറുക്കാനുള്ള കാരണം ഇതിലുള്ള അതിര് കവിച്ചിലാണ്. ഏത്? അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട മറഞ്ഞ കാര്യങ്ങൾ അറിയുക എന്ന പ്രത്യേകത അള്ളാഹുവിന്റെ റസൂലിന് ഈ പെൺകുട്ടികൾ വകവെച്ചു കൊടുത്തത് കൊണ്ടാണ്, അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയാൻ പാടില്ലാത്ത ഈ കാര്യം പറഞ്ഞത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ തടഞ്ഞത് എന്നാണ് ഇമാം ഇബ്നു ഹജർ വിശദീകരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം വിശുദ്ധ ഖുർആനിലെ തെളിവുകൾ ഉദ്ധരിക്കുന്നു. കമാ ഖാല തആല, അല്ലാഹു പറഞ്ഞതുപോലെ, ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ് വഖൗലുഹു ലിനബിയിഹി ഖുൽ ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ളറൻ ഇല്ലാ മാ ശാ അല്ലാഹ് വലൗ കുന്തു അഅലമുൽ ഗൈബ ലസ്തക്സർതു മിനൽ ഖൈർ എന്ന് തുടങ്ങുന്ന ആയത്ത് കൂടി തെളിവുദ്ധരിക്കുകയാണ് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി. ഈ വിശ്വാസം മുസ്ലിം സമൂഹം സ്വീകരിച്ചാൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഈ വിശ്വാസം മുസ്ലിം സമൂഹം സ്വീകരിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ജാറങ്ങൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? സിദ്ധന്മാർക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്ന കണക്ക് നോട്ടക്കാർക്ക്, ജ്യോത്സ്യന്മാർക്ക്, സിദ്ധന്മാർക്ക്, തങ്ങന്മാർക്ക്, ജിന്നുമ്മമാർക്ക്, ബീവിമാർക്ക് എന്ത് പ്രസക്തിയാണ് ഉണ്ടാവുക എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക. വീണ്ടും പോവുക പ്രവാചകന്റെ ചരിത്രത്തിലേക്ക്. അള്ളാഹുവിന്റെ റസൂലും അനുയായികളും ഹുനൈനിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് സ്വഹാബികളിൽ ചിലർ ആവശ്യപ്പെടുന്നത്, അള്ളാഹുവിന്റെ റസൂലെ ഇജ്അൽ ലനാ ദാത അൻവാത്തിൻ കമാ ലഹും, മക്കയിലുള്ള ബഹുദൈവ വിശ്വാസികൾ യുദ്ധത്തിന് പോകുമ്പോ ഒരു മരമുണ്ടല്ലോ റസൂലെ, അവർ വാള് തൂക്കിയിടുന്നത്, അതുപോലെ ഒരു മരം ഞങ്ങൾക്കുണ്ടാക്കി തരണം. ഇല്ല, ഒരു സ്വഹാബിയും വിശ്വസിച്ചിട്ടില്ല ഈ മരമാണ് റബ്ബി എന്ന്, ഈ മരമാണ് ഇലാഹി എന്ന്. അള്ളാഹുവിന്റെ എന്തെങ്കിലും ഒരു പ്രത്യേകത, എന്തെങ്കിലും ഒരു സവിശേഷത ഈ മരത്തിനുണ്ട് എന്നവരാരും വിശ്വസിച്ചിട്ടില്ല. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ഹാദാ കമാ ഖാല ഖൗമു മൂസ, ഇത് മൂസാ നബിയുടെ ആളുകൾ പറഞ്ഞതിന് തുല്യമാണ്
ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, അവർക്ക് ഇലാഹുകൾ ഉള്ളതുപോലെ ഞങ്ങൾക്കും ഇലാഹിനെ ഉണ്ടാക്കി തരണേ എന്ന് മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ജനത പറഞ്ഞതിന് തുല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ നിരുത്സാഹപ്പെടുത്തിയതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഈ സന്ദേശമാണ് ഈ സമൂഹത്തിന് മുന്നിൽ പറയാനുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ ആദർശമാണ് ഈ സമൂഹത്തിന് മുന്നിൽ പഠിപ്പിക്കുവാനുള്ളത്. നേരത്തെ മനസ്സിലാക്കിയതുപോലെ കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ പണ്ഡിത സംഘടന അതിന്റെ 100 വർഷം പൂർത്തിയാക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 2025 മെയ് 3, 4 തീയതികളിൽ കോഴിക്കോട് ആ 100ാം വാർഷികത്തിന്റെ സമാപന സമ്മേളനങ്ങൾ നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത പരിപാടികൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്. ഈ 26ാം തീയതി എറണാകുളത്ത് വെച്ച് സാമ്പത്തിക സമ്മേളനം നടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഏപ്രിൽ 13 കോഴിക്കോട് ടൗൺ ഹാളിൽ നവോത്ഥാനത്തിന്റെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന, നവോത്ഥാന നായകന്മാരുടെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന കോഴിക്കോട് ടൗൺ ഹാളിൽ കേരള ജമിയത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ നവോത്ഥാന ചരിത്ര സമ്മേളനം നടക്കുകയാണ്. ബഹുമാന്യനായ കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ സംസ്ഥാന അധ്യക്ഷൻ ടി.പി. അബ്ദുൽ ഖാദിർ സൂചിപ്പിച്ചതുപോലെ നവോത്ഥാനത്തിന്റെ അവകാശികളായി ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഒരു കാലത്ത് പല്ലുനഖവും ഉപയോഗിച്ച് നവോത്ഥാനത്തെ എതിർത്തവർ, നവോത്ഥാനം എന്നാൽ പുത്തൻവാദമാണ് എന്ന് പറഞ്ഞവർ നവോത്ഥാനത്തെ ഈ സമൂഹം അംഗീകരിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോ അതിന്റെ പിൻഗാമികളാണ് ഞങ്ങളെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ നവോത്ഥാനം അവകാശപ്പെടുന്ന ആളുകൾ ഇവിടെ നിന്ന് വിളിപ്പാടകളെയില്ല ഫറോക്കിൽ വെച്ച് അവരുടെ സമ്മേളനം ചേർന്നപ്പോ പാസാക്കിയ ഒരു പ്രമേയമുണ്ട്. ഏതാനും ചില കാര്യങ്ങൾ താഴെ പറയുകയാണ്. ആ കാര്യങ്ങൾ പ്രഖ്യാപിച്ചതിന് ശേഷം സമസ്ത എടുക്കുന്ന തീരുമാനം എന്താണെന്നറിയുമോ? കേരളത്തിലെ മുസ്ലിങ്ങളിൽ അനേകം കൊല്ലമായി നിരാക്ഷേപമായി നടന്നു വരുന്നതും ഇപ്പോഴും നടക്കുന്നതുമായ താഴെ വിവരിക്കുന്ന കാര്യങ്ങൾ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഉലമാക്കളാൽ മതാനുസരണങ്ങളാണെന്ന് സ്ഥിരപ്പെട്ടവയാണെന്നും അവ മതവിരുദ്ധങ്ങളാണെന്നോ അഥവാ ശിർക്കാണെന്നോ പറയുന്നവർ സുന്നികളല്ലെന്നും അവർ ഇമാമത്തിനും ഖതീബ് സ്ഥാനത്തിനും ഖാദി സ്ഥാനത്തിനും കൊള്ളാത്തവരാണെന്നും ഈ യോഗം തീരുമാനിക്കുന്നു. ഫറോക്കിൽ യോഗം ചേർന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു. ആ കാര്യങ്ങൾ ദീനിനെതിരാണ് എന്ന് പറയുന്നവർ അവർ ഖാലിയാകാൻ പറ്റില്ല, ഖതീബാകാൻ പറ്റില്ല എന്ന് പ്രഖ്യാപിച്ചവരാണ് ഇന്ന് നവോത്ഥാനത്തിന്റെ ആളുകളായി ചമയുന്നത്. എന്താണ് അവരെടുത്ത തീരുമാനം? അവർ പറയുന്ന സംഗതികൾ എന്തൊക്കെയാണ്? ഒന്ന്, മരിച്ചുപോയ അംബിയ ഔലിയ സാലിഹീൻ ഇവരുടെ ദാത്ത് കൊണ്ടും ജാഹ് ഹക്ക് ബർക്കത്ത് ഇത്യാദി കൊണ്ടും തവസ്സുൽ ചെയ്യലും, അവരെ നേരിട്ട് വിളിക്കലും, അവരെ വിളിച്ച് സഹായത്തിന് അപേക്ഷിക്കലും, അവരുടെ ആസാറുകളെ കൊണ്ട് ബർക്കത്ത് മതിക്കലും. രണ്ട്, മരിച്ചുപോയ അംബിയ ഔലിയ മുതലായവർക്കും മറ്റ് മുസ്ലിങ്ങൾക്കും കൂലി കിട്ടുന്നതിന് വേണ്ടി ധർമ്മം ചെയ്യലും, കോഴി, ആട് മുതലായവ ധർമ്മം ചെയ്യാൻ വേണ്ടി നേർച്ചയാക്കലും, അവർക്ക് വേണ്ടി ഖുർആൻ ഓതലും ഓദിക്കലും, മുസ്ലിം മയ്യത്തുകളെ മറവ് ചെയ്തതിനു ശേഷം ഖബറിങ്കൽ വെച്ച് തൽഖീൻ ചൊല്ലിക്കൊടുക്കലും, മറ്റ് സ്ഥലങ്ങളിൽ വെച്ചും ഖുർആൻ ഓതലും ഓദിക്കലും. മൂന്ന്, ഖബർ സിയാറത്ത് ചെയ്യലും, ഖബറാളികൾക്ക് സലാം പറയലും, അവർക്ക് വേണ്ടി ദുആ ഇരക്കലും, ഖബർ സിയാറത്തിന് യാത്ര ചെയ്യലും. നാല്, ആയത്ത്, ഹദീസ്, അതേപോലെ അസ്മായി ഇവ കൊണ്ട്, മുഅല്ലമായ അസ്മായി ഇവ കൊണ്ട് മന്ത്രം ചെയ്യലും, ഉറുക്ക് എഴുതി കിട്ടലും, പിഞ്ഞാണം എഴുതി കൊടുക്കലും, വെള്ളം, നൂല് മുതലായവ മന്ത്രിച്ചു കൊടുക്കലും, ബുർദ ഓതി മന്ത്രിക്കലും. അഞ്ച്, ഖാദിരിയ, ശാദിലിയ, റിഫായിയ മുതലായ ശരിയായ ത്വരീഖത്തിലെ ശരിയായ ശൈഖ്മാരുടെ കൈത്തുടർച്ചയും. എന്നിങ്ങനെ റാത്തീബുകളെ, മൗലീദുകളെ, മന്ത്രവാദങ്ങളെ കൂട്ടത്തിൽ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട ചില കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഇതിനെയൊന്നും എതിർക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീർണത ഈ സമൂഹത്തിന് മുന്നിൽ പ്രചരിപ്പിച്ചവരാണ് ഇപ്പൊ നവോത്ഥാനത്തിന്റെ ആളുകളായി കടന്നു വരുന്നത്. അതുകൊണ്ടാണല്ലോ CM മടവൂര് പടച്ചവനാണ് എന്ന് പാട്ട് പാടുമ്പോ ആ പാട്ടിനെ എതിർക്കുന്നവരോട് അത് പാടിയവർ തിരിച്ചു ചോദിക്കുന്നത്, മുഹീദ്ദീൻ ശൈഖ് ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയുമെന്ന്. അള്ളാഹുവിന്റെ ഇൽമ് എത്രയുണ്ടോ അതിന്റെ അക്ഷരങ്ങൾ വരെ എനിക്കറിയാമെന്ന് ശൈഖ് ജീലാനിയെ പറ്റി പാട്ടുപാടി നടന്നവർക്ക് എങ്ങനെയാണ് CM മടവൂരിനെ എതിർക്കാൻ കഴിയുക എന്ന് അദ്ദേഹത്തിന്റെ മുരീദുമാർ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞു വന്നത്, നവോത്ഥാനത്തിന്റെ പങ്കാളിത്തം കൈപ്പറ്റാൻ വേണ്ടി, അതിന്റെ അവകാശികളായി തീരാൻ വേണ്ടി വ്യാജാവകാശവാദങ്ങളുമായി കടന്നു വരുന്നവരുണ്ട്. ആരാണ് ഇവിടെ നവോത്ഥാനം നടത്തിയത് എന്ന്, ആരാണ് നവോത്ഥാന പ്രക്രിയക്ക് മുന്നിൽ നടന്നത് എന്ന്, ഈ സമുദായത്തെ മുന്നിൽ നടത്താൻ വേണ്ടി, ഈ സമുദായത്തെ കൈപിടിച്ചുയർത്താൻ വേണ്ടി ത്യാഗം സഹിച്ചവർ ആരായിരുന്നു കേരളത്തിലെന്ന്, അതിന്റെ പേരിൽ പൗരോഹിത്യത്തിന്റെ എന്തൊക്കെ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും പരിഹാസങ്ങളുമാണ് ഇസ്ലാഹി നടത്തിയ ഈ പണ്ഡിതന്മാർ ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്ന് കോഴിക്കോട് നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട്. ഏപ്രിൽ
23-ന് നവോത്ഥാന ചരിത്ര സമ്മേളനം നടക്കുകയാണ്. അതിൽ നമ്മൾ പങ്കെടുക്കണം. അതോടൊപ്പം തന്നെ അവസാനം നടക്കുന്ന സമാപന സമ്മേളനം മെയ് 3, 4 തീയതികളിൽ ഇൻഷാ അല്ലാഹ് വിശദ വിവരങ്ങൾ പിന്നീട് അറിയിക്കുന്നതാണ്. അത് കേരളത്തിലെ മുജാഹിദുകളുടെ സംഗമമായി മാറണം. ചരിത്രമുറങ്ങുന്ന ഈ കോഴിക്കോടിന്റെ മണ്ണിൽ ഇസ്ലാഹിന്റെ പുതിയ ചരിത്രം രചിക്കാൻ പ്രിയപ്പെട്ട മുജാഹിദുകളെ, നിങ്ങൾ മെയ് മാസത്തേക്ക് മെയ് 3, 4 തീയതികളിലേക്ക് സജ്ജരാവണം എന്നുകൂടി ഈ സമയത്ത് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല